നടൻ സിദ്ദിഖ് ഊരാക്കുടുക്കിൽ തന്നെയാണ്. സിദ്ദിഖ് ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചാൽ അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടാം. കാരണം സുപ്രീം കോടതിയിൽ ജാമ്യ ഹർജി നിലനിൽക്കെ പ്രതികളെ അറസ്റ്റ് ചെയ്ത ഒരു കീഴ്വഴക്കം പോലീസിന് ഇല്ല. അങ്ങനെ അറസ്റ്റ് ചെയ്തപ്പോഴൊക്കെ സുപ്രീം കോടതി പോലീസിനെ ശാസിച്ചിട്ടുമുണ്ട്. ആ കാര്യങ്ങൾ കണക്കിലെടുത്ത് അല്ലെങ്കിൽ മുമ്പുള്ള അനുഭവങ്ങൾ കണക്കിലെടുത്ത് പോലീസ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിക്കഴിഞ്ഞാൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യും. കാരണം എടുത്തിരിക്കുന്ന കുറ്റങ്ങൾ അത്രത്തോളം ബലമുള്ളതാണ്. ബലാത്സംഗവും ഭീഷണിയും. ബലാത്സംഗത്തിന് ഏകദേശം 10 വർഷം വരെ തടവ് ലഭിച്ചേക്കാം. ഈ ഭീഷണിക്കാണെങ്കിലും 506 അനുസരിച്ചുള്ള ശിക്ഷയാണെങ്കിലും 2.5 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. കഴിഞ്ഞ ദിവസം ഉച്ചവരെ ആലുവയിലെ ഹോട്ടലിൽ തങ്ങിയ സിദ്ദിഖ് വിധി എതിരാണെന്നറിഞ്ഞപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. അതും രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ച് തള്ളി എന്നറിഞ്ഞതോടെ തൽസ്ഥലത്ത് നിന്ന്, അതായത് ആലുവയിൽ നിന്ന് മറ്റൊളി സങ്കേതത്തിലേക്ക് പോയി മൊബൈലുകൾ സ്വിച്ച് ഓഫ് ചെയ്തു. സിദ്ദിഖിൻ്റെ ഒരു അടുത്ത സുഹൃത്ത് പ്രമുഖനായ ഒരു അഭിഭാഷകനെ കണ്ടു എന്നും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, സിദ്ദിഖിന് ഭയങ്കര രസകരമായ അന്വേഷണത്തിൻ്റെ മറ്റൊരു ഘടകം 3 ആഴ്ചകൾക്ക് മുമ്പ് തന്നെ വിമാനത്താവളങ്ങളിൽ പോലീസ് അറിയിച്ചിരുന്നു, നടൻ സിദ്ദിഖ് വിദേശത്തേക്ക് പോവുകയാണെങ്കിൽ തടയണം. കാരണം അവർക്കറിയാം സിദ്ദിഖിനെ കുറിച്ചുള്ള എല്ലാ തെളിവുകളും അവർക്ക് ലഭിച്ചു. അതിന് സിദ്ദിഖ് ഒരു കുരുക്കൊരുക്കിയിരുന്നു. അതായത് സിദ്ദിഖ് തന്നെ ഒരുക്കിയ കുരുക്കിലേക്ക് സിദ്ദിഖ് തന്നെ ചെന്ന് ചാടുകയായിരുന്നുവെന്നാണ് പോലീസിലെ തന്നെ പ്രഗത്ഭർ പറയുന്നത്. അതെങ്ങനെയാണെന്ന് പരിശോധിക്കാം. സിദ്ദിഖ് DGPക്ക് ഒരു പരാതി നൽകി. നമുക്കറിയാമല്ലോ, കാരണം നടി ബലാത്സംഗ ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ സിദ്ദിഖ് ഒരു അല്ലെങ്കിൽ ഈ പരാതിക്കൊരു എതിർ പരാതി നൽകി. അതിൽ സിദ്ദിഖ് സമ്മതിക്കുന്നുണ്ട്. 2016 ജനുവരി മാസം 27-ന് തിരുവനന്തപുരത്ത് വെച്ച് ഒരു സിനിമയുടെ താൻ അഭിനയിച്ച ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോ ഉണ്ടായിരുന്നു. അതിൽ ഈ പറയുന്ന പെൺകുട്ടി വന്നിരുന്നു, പ്രിവ്യൂ ഷോ കാണാൻ വന്നിരുന്നു. അന്ന് മാതാപിതാക്കൾക്കൊപ്പമാണ് പെൺകുട്ടി വന്നത്. അവരോട് ഞാൻ സംസാരിച്ചിരുന്നുവെന്ന് പറയുന്നുണ്ട്. എന്നാൽ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് കണ്ടുവെന്നോ ഇതൊന്നും സിദ്ദിഖ് ആ കൊടുത്ത പരാതിയിൽ പറയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ സ്വാഭാവികമായും പോലീസിന് തോന്നില്ലേ, അന്ന് സിദ്ദിഖ് കണ്ടിട്ടുണ്ടെങ്കിൽ മസ്കറ്റ് ഹോട്ടലിൽ സിദ്ദിഖ് താമസിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടി പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടാവുമെന്ന്. അങ്ങനെയാണ് പോലീസ് മസ്കറ്റ് ഹോട്ടലിലെ 13 ജീവനക്കാരെ തപ്പിപ്പിടിച്ചത്. ആ കാലഘട്ടത്തിൽ അവിടെ ജോലി ചെയ്തിരുന്ന 13, അതായത് റൂം ബോയ് ഉൾപ്പെടെയുള്ള 13 പേരെ തപ്പിപ്പിടിച്ച് വിശദമായ വിവരങ്ങൾ തിരഞ്ഞു. അവർ മണിയായി പറഞ്ഞു, സിദ്ദിഖ് ഈ റൂമിലുണ്ടായിരുന്നു, അവിടെ ഈ പെൺകുട്ടി വന്നിരുന്നു, പെൺകുട്ടി അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് വന്നത്. പോരാത്തതിന് സിദ്ദിഖ് തന്നെ പറഞ്ഞ മറ്റൊരു കാര്യവും സിദ്ദിഖിന് കുരുക്കായി. ഈ നടി കൃത്യമായി മൊഴി നൽകിയിരുന്നു. ഈ കഴിക്കുന്നത്, അതായത് ബലാത്സംഗ ശേഷം സിദ്ദിഖ് കഴിച്ചത് ചോറും മീനും, അതായത് ഫിഷ് കറി മീൽസും തൈരുമാണ്. കഴിക്കുന്നത് വിരുദ്ധ ആഹാരമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വിരുദ്ധാഹാരം തന്നെയാണോ സിദ്ദിഖ് കഴിച്ചതെന്നറിയാൻ അന്നത്തെ ഹോട്ടൽ ബില്ലുകൾ പോലീസ് പരിശോധിച്ചു. അപ്പോഴിതാ കിടക്കുന്നു സിദ്ദിഖ് വീണ്ടും നിലത്ത് അയ്യോ പോത്തോ വിളിച്ചുകൊണ്ട്. കാരണം സിദ്ദിഖ് കഴിച്ചത് ഫിഷ് കറി മീൽസും തൈരും തന്നെയാണെന്ന് അവിടെ തെളിവ് കിടക്കുന്നു. അങ്ങനെ ഓരോരോ തെളിവുകൾ സിദ്ദിഖ് പറഞ്ഞതിൽ നിന്ന് തുടങ്ങി സിദ്ദിഖ് കഴിച്ചതിലെത്തി സിദ്ദിഖ് ഒളിച്ചോടുന്നത് വരെയുള്ള സംഭവത്തിലേക്ക് പോലീസ് തെളിവുകൾ ശേഖരിച്ചു. അങ്ങനെ ഡിജിറ്റൽ തെളിവുകൾ, പെൺകുട്ടിക്ക് അയച്ച മെസ്സേജുകൾ, വാട്സപ്പ് ചാറ്റുകൾ, ഇതെല്ലാം പോലീസ് കൃത്യമായി തയ്യാറാക്കി. അങ്ങനെയാണ് 3 ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇയാൾക്ക് ജാമ്യം കിട്ടാൻ വഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ പോലീസ് ഇയാളിത് എങ്ങനെയെങ്കിലും മണത്തറിഞ്ഞാൽ രാജ്യം വിട്ടുകളയാൻ സാധ്യതയുണ്ടല്ലോ, അതുകൊണ്ട് എല്ലാ വിമാനത്താവളങ്ങളിലും ഒരു അലേർട്ട് കൊടുത്തു. അതിനുശേഷമാണ് കോടതിയിൽ ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ സിദ്ദിഖ് മനസ്സിലാക്കുന്നത് താൻ പെട്ടു, തൻ്റെ വാദങ്ങളൊക്കെ പൊളിയുന്നു എന്ന് കണ്ട് ആലുവയിലെ ഹോട്ടലിൽ നിന്ന് സിദ്ദിഖ് മുങ്ങിയത്. അതായത് അവനവൻ കുഴിച്ച കുഴികളിൽ അവനവൻ തന്നെ പതിക്കുമെന്ന ഒരു പാട്ടുണ്ടല്ലോ, അതുപോലെ സിദ്ദിഖ് പതിച്ചു. അപ്പോൾ ഈ നടി ഒരു കുറിപ്പ് എഴുതുകയും ചെയ്തു. ജീവിതം ബൂമറാങ് പോലെയാണ് അനുഭവങ്ങൾ. ഒന്ന് കൊടുക്കുന്നതേ കിട്ടുകയുള്ളൂ. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് തന്നെ നമുക്ക് തിരികെ കിട്ടുകയും ചെയ്യും. ഏതായാലും സിദ്ദിഖിൻ്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമുണ്ടാകുമെന്ന് ഉറപ്പിക്കാം. സിദ്ദിഖ് സുപ്രീം കോടതിയിൽ ജാമ്യ ഹർജി നൽകിയാൽ അറസ്റ്റ് ഒഴിവാകും. അതുപോലെ തന്നെ തുടർന്നുള്ള റിമാൻഡും മറ്റ് സംഭവങ്ങളുമൊക്കെ ഒഴിവായേക്കാം. അല്ലെങ്കിൽ സിദ്ദിഖിനെ അതും പല ടീമുകളായി തന്നെ സംസ്ഥാനമെങ്ങും വല വിരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന് പുറത്തു പോകാൻ യാതൊരു സാധ്യതയുമില്ല. കൊച്ചിയിൽ തന്നെ 3 ടീമുകളാണ് അന്വേഷിക്കുന്നത്. അതായത് ഈ പ്രത്യേക സംഘം തന്നെ 3 ടീമുകളായി തിരിഞ്ഞ് അന്വേഷിക്കുകയാണ്. സിദ്ദിഖിൻ്റെ വീടുകളിൽ രഹസ്യാന്വേഷണ വിഭാഗം പരിശോധനകൾ മറ്റുമൊക്കെ നടത്തുന്നുണ്ട് പുറത്തുനിന്ന്. അതുപോലെ സിദ്ദിഖിനെ നിരീക്ഷിക്കാൻ പ്രത്യേക പോലീസ് സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. പരാതി ലഭിച്ച അന്നു മുതൽ തന്നെ പോലീസുകാർ സിദ്ദിഖിനെ നിരീക്ഷിക്കണമെന്ന് പറഞ്ഞിരുന്നു.
അതൊക്കെ കൃത്യമായി പാലിച്ചാണ് സിദ്ദിഖിനെ വലയിലാക്കാൻ പോലീസിന് കഴിഞ്ഞത്. ഏതായാലും പോലീസിൻ്റെ അന്വേഷണം മികവ് ഇവിടെ ശ്ലാഘനീയമാണ്. അപ്പോഴും ഈ പീഡനത്തിനിരയായി എന്ന് പറയുന്ന നടി പറയുന്നുണ്ട് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് DGPയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കോടതി നടപടികളിൽ തൃപ്തയാണ്. കാരണം സിദ്ദിഖിന് ജാമ്യം ലഭിച്ചില്ലല്ലോ, അതിൽ സന്തുഷ്ടയാണെന്നും ഈ നടി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും നമുക്കിന്ന് അറിയാം സിദ്ദിഖിൻ്റെ കാര്യത്തിന് എന്താകും തീർപ്പെന്ന്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.